Hi friends, welcome to Jisha's Flavours. ഇന്നത്തെ റെസിപ്പി വെള്ളക്കടല വെച്ചിട്ടുള്ളൊരു ചുണ്ടലാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത്, വെള്ളക്കടലയും തേങ്ങയും. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെയാണ് രുചികരമായ വെള്ളക്കടല ചുണ്ടൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോ കാണാം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വെള്ളക്കടല വെച്ചിട്ടുള്ളൊരു ചുണ്ടലാണ്. ഇതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് കറുത്ത കടല, അതായത് ബ്ലാക്ക് ചിക്ക് പീസ് വെച്ചിട്ടും ഉണ്ടാക്കാം. ഇത് സാധാരണയായി നവരാത്രി സമയത്ത് തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ അവരൊരു പ്രസാദമായിട്ട് ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇവിടെ ഞാൻ 2 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് 2 കപ്പ്. നിങ്ങൾ 1 കപ്പ് കടല എടുത്ത ശേഷം അത് വെള്ളത്തിൽ ഒരു 6 മണിക്കൂർ നേരം കുതിർക്കാൻ വെച്ചാൽ മതി. അപ്പോൾ അത് ഏകദേശം 2 കപ്പോളം ഉണ്ടാകും. ഇനി നമുക്ക് കടല വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു കുക്കർ എടുത്ത ശേഷം കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കടല കവർ ചെയ്യുന്ന രീതി, അതായത് കടലയ്ക്ക് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ 8 വിസിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എത്ര സമയമാണോ കടല വേവിക്കാൻ എടുക്കുന്നത് അത്രയും സമയം എടുത്ത് കടല വേവിക്കണം. ഇപ്പോൾ 8 വിസിലിന് ശേഷം കുക്കർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റീമെല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കടല നന്നായി വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലുള്ള വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ചുണ്ടൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഇവിടെ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലും ഉപയോഗിക്കാം. അതിനുശേഷം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച കടല ഇട്ട് കൊടുക്കാം. കടല ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ തേങ്ങയ്ക്ക് പകരം തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കടുക് പൊട്ടിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയി വരുമ്പോൾ അതിലേക്ക് കരിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. 2-3 മിനിറ്റ് നേരം നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. തേങ്ങ ഒന്ന് കുക്കായി വരുന്ന സമയം മതി. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങയെല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വൈറ്റ് ചിക്ക് പീസ് ചുണ്ടൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.